Hi all. So last video we looked at two theorems, perpendicular axis theorem and parallel axis theorem. So next let's do a problem related to moment of inertia. An I section is made up of three rectangles as shown in figure. അപ്പോൾ ഒരു ഐ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഐ ഷേപ്പിലുള്ളൊരു ചാനൽ സെക്ഷനാണ്. ഓക്കെ, ഐ ഷേപ്പിലുള്ളൊരു സെക്ഷനാണ്. അത് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റെക്ടാങ്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ക്ലൂ തരുവാണെങ്കിൽ നമുക്ക് 3 റെക്ടാങ്കിൾസ് ആയിട്ട് ഈ ഒരു ഐ സെക്ഷനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്ഷൻ about the vertical axis passing through the center of gravity of the section. സോ ഈ ഒരു കേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. അത് ആദ്യം തന്നെ നോട്ട് ചെയ്യുക. സെൻട്രോയിഡിന്റെ പ്രോബ്ലം അല്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഐ സെക്ഷൻ എബൌട്ട് ദ ആക്സിസ്, വിച്ച് ആക്സിസ് എബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സെക്ഷൻ. സോ ഒരു സെക്ഷന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു ഫിഗറിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏകദേശം എവിടെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം ഈ ഫിഗറിന് നമുക്ക് മെയിൻലി അറിയാം, ഈ ഒരു ഫിഗർ വൈ ആക്സിസിന് സിമ്മട്രിക്കൽ ആണ്, ശരിയല്ലേ? നമുക്കൊരു വൈ ആക്സിസ് വെച്ചിട്ട് നമുക്ക് അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. സോ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഫിഗറിന് എന്തെങ്കിലും രീതിയിൽ സിമ്മട്രി ഉണ്ടെങ്കിൽ ഈ സിമ്മട്രിക്കൽ ആക്സിസ് ആയിരിക്കും ഈ ഫിഗറിന്റെ സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയാം. അതായത് ഈ സിമ്മട്രിക്കൽ ആക്സിസ് എവിടെയെങ്കിലും ആയിട്ടായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ സെൻട്രോയിഡ് എവിടെ, ഈ പോയിന്റിലാവാം, ഈ പോയിന്റിലാവാം, എവിടെ വേണമെങ്കിലും ആവാം. പക്ഷെ നമുക്ക് ഒരു കാര്യം പ്രോപ്പറായിട്ട് അറിയാം, ആ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്ന ആക്സിസ് തന്നെയാണ്. ഓക്കെ, ശരിയല്ലേ? കാരണം ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും സെൻട്രോയിഡ് ഉള്ളത്. സെൻട്രോയിഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെർട്ടിക്കൽ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന ഈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ആക്സിസ് പ്രോപ്പറായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ആക്സിസ് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് അറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് ഐ ഷേപ്പിലുള്ള സെക്ഷന് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ നമുക്ക് അറിയില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അറിയാവുന്ന സെക്ഷൻസ് ആയിട്ട് നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് ഈ ഓറഞ്ച് കളർ റെക്ടാങ്കിൾ, സെക്കൻഡ് യെല്ലോ കളർ റെക്ടാങ്കിൾ, ലാസ്റ്റ് റോസ് കളർ റെക്ടാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫിഗറിന്റെ ഉള്ളിൽ, ക്വസ്റ്റിന്റെ ഉള്ളിൽ G1 G2 ഒന്നും തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫിഗറിന്റെ ഉള്ളിൽ ഓരോ റെക്ടാങ്കിൾ, ഓരോ കുഞ്ഞു റെക്ടാങ്കിളിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഏകദേശം നമുക്ക് റെക്ടാങ്കിൾ സെൻട്രോയിഡ് എവിടെയാണെന്ന് അറിയാം, അതങ്ങ് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഓരോ പോയിന്റിനും G1 G2 G3, ഇത് ഫസ്റ്റ് റെക്ടാങ്കിൾ ആണ്, ഇത് സെക്കൻഡ് റെക്ടാങ്കിൾ ആണ്, ദെൻ വി ഹാവ് ദിസ് തേർഡ് റെക്ടാങ്കിൾ. സോ മാർക്ക് ഇറ്റ് ആസ് G1 G2 ആൻഡ് G3. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഒറ്റയടിക്ക് ഈ ഒരു ഐ ഷേപ്പിലുള്ള സെക്ഷന്റെ ഈ ആക്സിസിന്, വൈ ആക്സിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ കുഞ്ഞു റെക്ടാങ്കിൾസിന് അതായത് ആദ്യം ഈ ഒരു റെക്ടാങ്കിൾ, ഈ ഓറഞ്ച് കളർ റെക്ടാങ്കിളിന്റെ ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് കണ്ടുപിടിക്കും. കാരണം ഈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഓറഞ്ച് കളർ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ വൈ വൈ ആക്സിസ് ആണ്. സോ സെൻട്രോയിഡൽ വൈ വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള ഒരു റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തായിരുന്നു? ഈ ഒരു സൈഡ് ഡിയും ഈ ഒരു സൈഡ് ബിയും ആണെങ്കിൽ ഈ ഒരു ആക്സിസിന്, സെൻട്രോയിഡൽ വൈ വൈ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇക്വേഷൻ dBq/12 എന്നാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷനാണ്. ഓക്കെ, സോ IG1 YY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dBq/12 എന്ന് വരും. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ IG1 YY എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ഓറഞ്ച് കളർ റെക്ടാങ്കിളിന്റെ ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, നമുക്ക് എന്ത് വേണം, നമുക്ക് സെക്കൻഡ് റെക്ടാങ്കിൾ ഉണ്ട്, ഈ ഒരു യെല്ലോ കളർ റെക്ടാങ്കിൾ ഉണ്ട്. യെല്ലോ കളർ റെക്ടാങ്കിളിന്റെ ഈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ കളർ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ വൈ വൈ ആക്സിസ് തന്നെയാണ്. ഓക്കെ, ഈ വൈ വൈ ആക്സിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ മെയിൻ ഈ കംപ്ലീറ്റ് സെക്ഷന്റെ സെൻട്രോയിഡൽ വൈ വൈ ആക്സിസ് തന്നെയാണ് നമ്മുടെ യെല്ലോ കളർ സെക്ഷന്റെ സെൻട്രോയിഡൽ വൈ വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ അഗെയിൻ dBq/12 എന്നാണ്. സോ ഒരു യെല്ലോ കളർ റെക്ടാങ്കിൾ കേസിൽ ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഡി എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും, ബി എന്ന് പറഞ്ഞാൽ 20 ആണ്. സോ സിമിലർലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് G2 YY. ദ ലാസ്റ്റ് ഈ റോസ് കളർ റെക്ടാങ്കിൾ ആണ്. റോസ് കളർ റെക്ടാങ്കിൾ കേസിൽ സെൻട്രോയിഡ് മാർക്ക് ചെയ്തായിരുന്നു, സെൻട്രോയിഡ് വൈ വൈ ആക്സിസ് മാർക്ക് ചെയ്യുക.
ഈ ആക്സിസിന് പോയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ റോസ്കുലർ റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡൽ ഇറ്റ്സ് ഓൺ സെൻട്രോയിഡൽ വൈ ആക്സിസ് ആയ കാരണം എൻ്റെ ഇക്വേഷൻ dBq/12 എന്നാണ്. ഡി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സിസിന് പാരലൽ ഡയമെൻഷൻ ദാറ്റ് ഇസ് 20. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ജസ്റ്റ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, IgYy എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു IG1YY പ്ലസ് IG2YY പ്ലസ് IG3YY. ഈ മൂന്ന് റെക്ടാങ്കിൾസിൻ്റെയും ഈ ആക്സിസിന് ഇമ്പോർട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഓരോ ആൻസേഴ്സ് കിട്ടും. എൻ്റെ ആൻസേഴ്സ് കിട്ടുമ്പോൾ നിങ്ങൾ എന്താണ് നോട്ട് ചെയ്യുക. ഏകദേശം ഒരു 20 lakh വരുന്ന രീതിയിലായിരിക്കും എൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ, 20 lakh പോയിന്റ് എന്തോ ഒരു 20 lakh സംതിങ് ആണ്. അത് കറക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഇനി സെയിം ഫിഗർ തന്നെ എടുക്കുവാണ്. സെയിം ഫിഗർ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന an I section is made up of 3 rectangles. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 rectangles നമുക്ക് എഴുതിയിട്ടുണ്ട്. Find the moment of inertia of the section about the horizontal axis passing through the center of gravity of the section എന്നാണ് കൊടുത്തേക്കുന്നത്. അതായത് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഇതായിരുന്നു നമ്മുടെ സെൻട്രോയിഡൽ വെർട്ടിക്കൽ ആക്സിസ്. ഈ ഐ സെക്ഷൻ്റെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഈ സെൻട്രോയിഡൽ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ലൈനിൽ എവിടെയോ ആണെന്ന് അറിയാം. പക്ഷെ കറക്റ്റ് ഏത് പോയിന്റിലാണ് ഈ ഐ സെക്ഷൻ സെൻട്രോയിഡ് നമുക്ക് അറിയില്ല. ഈ പോയിന്റിലാണെന്ന് അറിയില്ല. അറിഞ്ഞാൽ മാത്രമാണ് കറക്റ്റ് അതിൻ്റെ സെൻട്രോയിഡൽ ഹൊറിസോണ്ടൽ ആക്സിസ് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫിഗറിൻ്റെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം. സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫിഗറിന് ആദ്യം എന്തെങ്കിലും സിമെട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സിമെട്രി ഉണ്ടെങ്കിൽ ഈ കേസിൽ വൈ ആക്സിസ് സിമെട്രിക്കൽ ആണ്. സോ ആ സിമെട്രിക്കൽ ആക്സിസ് തന്നെ വൈ ആക്സിസ് ആയിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇത് എക്സ് ആക്സിസും സിമെട്രിക്കൽ അല്ല. ബിക്കോസ് ഈ സൈഡിലേക്ക് ഒരു കുഞ്ഞ് ഫ്ലാഞ്ചാണ് ഉള്ളത് അല്ലേ? ഈ രണ്ട് റെക്ടാങ്കിൾസിനെ കമ്പയർ ചെയ്ത് രണ്ടും ഡിഫറെൻറ്റ് ഷേപ്പാണ്. സോ ഇത് സിമെട്രിക്കൽ അല്ല വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. സോ അങ്ങനത്തെ കേസിൽ വരുമ്പോൾ ബോട്ടം മോസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുക. അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ സെറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് മാർക്ക് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇനി അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യണം? സിൻസ് എ ഫിഗർ സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0 എന്നിട്ടോണം. അതായത് വൈ ആക്സിസ് തന്നെയായിരിക്കും, സിമെട്രി ഉള്ളതുകൊണ്ട് വൈ ആക്സിസ് തന്നെയായിരിക്കും നമ്മുടെ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് വൈ ആക്സിസിലുള്ള ഒരു പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് എപ്പോഴും 0 ആണ്. സിൻസ് എ ഫിഗർ സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമുക്ക് വൈ ബാർ കണ്ടുപിടിക്കണം. വൈ ബാറിന്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ 3 റെക്ടാങ്കിൾസ് ആവശ്യമുള്ളതാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലേ? ഇക്വേഷൻ വരുമ്പോൾ എന്ത് വരും? വൈ ബാർ ഇസ് ഈക്വൽ ടു a1y1 പ്ലസ് a2y2 പ്ലസ് a3y3 ഹോൾ ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3 എന്നാണ്. a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഫസ്റ്റ് സെക്ഷൻ ഇതല്ലേ? a1 എന്ന് പറയുമ്പോൾ 60 × 20 വരും. a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 × 100 വരും. ദെൻ a3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 × 20 വരും. ഇനി അടുത്ത് y1 y2 y3 മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് ഓരോ കുഞ്ഞ് സെൻട്രോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. കണ്ടോ? ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്തായിരിക്കും? y1 ആണ്. റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് G2 വരെയുള്ള ഹൈറ്റ് y2 ആണ്. റെഫറൻസ് എക്സ് ആക്സിസിൽ നിന്ന് G3 വരെയുള്ള ഡിസ്റ്റൻസ് y3 ആണ്. സോ അങ്ങനെ ഈ ഡിസ്റ്റൻസ് എല്ലാം ഈ ഫിഗറിൽ കമ്പൽസറി ആയിട്ട് മാർക്ക് ചെയ്തിട്ട് മാത്രം പ്രോബ്ലം ചെയ്യാം. ഈ കേസിൽ y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. y2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? കണ്ടോ? ഇവിടെ തൊട്ട് ഇവിടം വരെ 20 പ്ലസ് ഇവിടെ തൊട്ട് ഇവിടെ എന്താ 100 പ്ലസ് 20യുടെ ഹാഫ് വരുന്നത്. സോ 20 പ്ലസ് 100 പ്ലസ് എന്തോരും 20/2. ഇനി y2 എന്ന് പറഞ്ഞാൽ എന്തോരും 20 കണ്ടോ? 20 പ്ലസ് ഇനി ഇവിടെ തൊട്ട് ഇവിടെ ഡിസ്റ്റൻസ് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഇത് കംപ്ലീറ്റ് എത്ര 100 അല്ലേ? 100 ഹാഫ് അല്ലേ വരുന്നുള്ളൂ. സോ 20 പ്ലസ് 100/2 എന്ന് വരും. ഇനി ലാസ്റ്റ് ഉള്ളത് y3 ആണ്. y3 ഹൈറ്റ് എന്തായിരിക്കും വരുന്നത്? 20/2 ആണ്. സോ ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് റെക്ടാങ്കിൾ 1 2 3 എന്ന് മാർക്ക് ചെയ്ത് a1 y1 a2 y2 a3 y3 എന്താണെന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ബാറിൻ്റെ ഇക്വേഷൻ വാല്യൂ കിട്ടും. വൈ ബാറിൻ്റെ വാല്യൂ കിട്ടുന്നത് 60.8 എന്നാണ്. നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് കറക്റ്റ് സെൻട്രോഡ് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്കെ, നമുക്കറിയാം y2യുടെ വാല്യൂ ഐ തിങ്ക് 70 ആണ്. y3യുടെ വാല്യൂ എത്രയാണ്? y3യുടെ വാല്യൂ 10 ആണ്. വൈ ബാറിൻ്റെ വാല്യൂ എന്താണ്? വൈ ബാറിൻ്റെ വാല്യൂ 60.8 ആണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഈ G1 G2 G3യുടെ കേസിൽ എവിടെയാണ് ഏകദേശം ഈ കംപ്ലീറ്റ് ഐ സെക്ഷൻ്റെ സെൻട്രോഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓക്കെ, ഈ സെയിം ഫിഗർ ഒന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുന്ന കാര്യം ഓർത്തിരിക്കുക. റെഫറൻസ് എക്സ് ആക്സിസ് സെറ്റ് ചെയ്യുക. പിന്നെ ഓരോ കുഞ്ഞ് സെൻട്രോഡ് മാർക്ക് ചെയ്തു. G1 G2 G3. ഇനി G മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക?
നമുക്കറിയാം y2 എന്ന് പറഞ്ഞാൽ 70 ആണ്, y1 10 ആണ്. അപ്പോൾ അതിൻ്റെ എണ്ണത്തിന് ഇടയ്ക്കാണ് ഈ 60.8 വരുന്നത് അല്ലേ? സോ y2നേക്കാളും ചെറുതാണ് y ബാർ, അതുകൊണ്ട് G2ൻ്റെ താഴെയായിട്ട് വേണം G മാർക്ക് ചെയ്യാൻ. ഓക്കെ, G മാർക്ക് ചെയ്തു. G മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ y ബാർ മാർക്ക് ചെയ്യുക, y1, y2, y3 മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് സെൻറ്ററോടെ നമുക്ക് ഏത് ആക്സിസിനെ പോയിട്ടായിട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്? ഈ ഒരു കംപ്ലീറ്റ് ഐ സെക്ഷനിൽ ഹൊറിസോണ്ടൽ ആക്സിസ് സെൻറ്ററോഡിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ഗ്രീൻ കളറിനെ പോയിട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു ഇത് കറക്റ്റ് സെൻറ്ററിലോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു ആക്സിസിനെ പോയിട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ ഒന്നും നമുക്കറിയില്ല. റെക്ടാങ്കിൾ കേസിൽ ഇത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രീൻ കളർ ആക്സിസിന്റെ പ്രത്യേകത ഒരു എക്സ് ആക്സിസ് ആണ് അല്ലേ? സോ ഈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഈ 3 കുഞ്ഞ് റെക്ടാങ്കിൾസിന്റെയും സെൻട്രോഡൽ ആക്സിസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സെൻട്രോഡൽ ആക്സിസ് എന്ത് വരും? ഇത് G1 അല്ലേ? സോ ഈ G1 പാസ് ചെയ്ത് പോകുന്ന സെൻട്രോഡൽ ആക്സിസിന് x1 x1 എന്ന് പേര് കൊടുക്കാം. x1 x1. ഇനി സെക്കൻഡ് റെക്ടാങ്കിൾ ഈ യെല്ലോ കളർ റെക്ടാങ്കിൾ ആണ്. അതിൻ്റെ സെൻട്രോഡ് ഇവിടെയാണ്. സോ ഇവിടുന്ന് പാസ് ചെയ്ത് പോകുന്ന ഈ യെല്ലോ കളർ ലൈനിൽ തന്നെ ഞാൻ ഇവിടെ x2 x2 വരയ്ക്കുകയാണ്. ഇതെല്ലാം സെൻട്രോഡൽ ആക്സിസ് ആണ് കേട്ടോ. x2 x2 മാർക്ക് ചെയ്തു. ദ ലാസ്റ്റ് റോസ് കളർ ആണ്. റോസ് കളർ കേസിൽ ഇതാണ് G3 വരുന്ന ഈ പോയിന്റ് പാസ് ചെയ്ത് പോകുന്ന ഹൊറിസോണ്ടൽ സെൻട്രോഡൽ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യുക. ഇത് എക്സ് ആക്സിസ് സെലക്ടഡ് റീസൺ ഒന്നിനെ പറയുകയാണ്. നമുക്ക് പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്തിട്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്തെടുക്കുന്നത് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഈ ഗ്രീൻ കളർ ആക്സിസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ആക്സിസിന് പാരലായിട്ട് വരുന്ന ഓരോ കുഞ്ഞു ഫിഗേഴ്സിന്റെ സെൻട്രോഡൽ ആക്സിസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സെൻട്രോഡൽ എക്സ് ആക്സിസ് പാരലായിട്ട് വരേണ്ട കാരണമാണ് സെൻട്രോഡൽ എക്സ് ആക്സിസ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഓരോ കുഞ്ഞു ഫിഗേഴ്സിന്റെയും ഓരോ കുഞ്ഞു റെക്ടാങ്കിൾസിന്റെയും ഇതിന്റെ സെൻട്രോഡൽ ആക്സിസ് x1 x1 x2 x2 x3 x3 എന്ന് മാർക്ക് ചെയ്തിട്ടില്ലേ? അതിന്റെ ഓരോ സെൻട്രോഡൽ ആക്സിസിനെ പോയിട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ നിങ്ങൾ ആദ്യമേ കണ്ടുപിടിച്ച് വെക്കണം. അതായത് IG1 xxഉം IG1 xx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IG1 xx എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയാണ് റെക്ടാങ്കിൾ, ഇതാണ് സെൻട്രോഡൽ എക്സ് ആക്സിസ് അല്ലേ? ഇത് ഡയമെൻഷൻ ബിയും ഈ ഡയമെൻഷൻ ഡി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ആക്സിസിനെ പോയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇക്വേഷൻ എന്താണ്? സെൻട്രോഡൽ ആക്സിസ് അല്ലേ? ബി d3/12 എന്നാണ്. സോ IG1 xx അതായത് ഈ ഒരു ആക്സിസിനെ പോയിട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എനിക്കറിയാം ബി d3/12 എന്നാണ് ഇക്വേഷൻ. എനിക്ക് പക്ഷെ ആവശ്യം ഈ ഒരു ആക്സിസ് ഈ x1 x1 ആക്സിസിനെ പോയിട്ടായിട്ടുള്ള അല്ല വേണ്ടത്. എനിക്ക് ആക്ച്വലി വേണ്ടത് ഈ ഗ്രീൻ കളറിന് പാരലായിട്ടുള്ള ഒരു ആക്സിസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ആക്സിസിനെയാണ് വേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു IG1 xx കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ആക്സിസിലേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യം നമ്മൾ പാരലൽ ആക്സിസ് തിയറത്തിൽ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ ഈ ഒരു ഗ്രീൻ കളർ മെയിൻ ആക്സിസിനെ പോയിട്ടായിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. നമുക്കറിയാം IAB = IG + AH² എന്നല്ലേ? അതിനകത്ത് IG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രോഡൽ ആക്സിസ്, അതായത് കുഞ്ഞു ഫിഗറിന്റെ സെൻട്രോഡൽ ആക്സിസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹോൾ സെക്ഷനിലെ സെൻട്രോഡൽ ആക്സിസ് അല്ല, നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കുഞ്ഞു റെക്ടാങ്കിൾ സെൻട്രോഡൽ ആക്സിസിനെ പോയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. സോ IG1 xx പ്ലസ് എന്ത് വരും? പ്ലസ് IG + AH² എന്നല്ലേ? സോ ഫസ്റ്റ് സെക്ഷൻ ആണ് നമ്മുടെ കുഞ്ഞു റെക്ടാങ്കിൾ. സോ A1 H1² എന്ന് വരും. A1 H1². A1 എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ ഓറഞ്ച് കളർ റെക്ടാങ്കിൾ ഏരിയ ആണ്, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. H1 എന്ന് പറയുകയാണെങ്കിൽ ഈ രണ്ട് ആക്സിസ് കണ്ട്, ഈ രണ്ട് ആക്സിസ് ഈ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. സോ ഈ രണ്ട് ആക്സിസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് H1. രണ്ട് പാരലൽ ആക്സിസിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് H1. അപ്പോൾ H1 കണ്ടുപിടിക്കാൻ ഒരു ക്ലൂ തരാം. ഇവിടെ തൊട്ട് ഇവിടം വരെ y ബാർ ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെ y1 ആണ് കേട്ടോ. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെ y1 ആണ്, ഇവിടെ തൊട്ട് ഇവിടം വരെ y ബാർ ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? H1 എന്തായിരിക്കും? H1 = y1 - y ബാർ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ കുഞ്ഞ് റെക്ടാങ്കിളിൻ്റെ കേസിലുള്ള ഈ ഗ്രീൻ കളർ ആക്സിസിലേക്ക് ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നത്. പാരലൽ ആക്സിസ് തിയറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ചെയ്ത പോലെ തന്നെ ഈ റെഡ് മീൻസ് റോസ് കളർ റെക്ടാങ്കിളിൻ്റെയും യെല്ലോ കളർ റെക്ടാങ്കിളും മൊമെന്റ് ഓഫ് ഇനേഷ്യ ഗ്രീൻ കളർ ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ പറയാം. ഓക്കെ.